Nirupara Malayali Vitama, co-branded by Sera and Dhatri Hair Care Plus, powered by Chunga Jewelry. മലയാളി വീട്ടമ്മയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. സഞ്ജുന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം പറഞ്ഞേ. എന്റെ ആഗ്രഹം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഏതൊരു മലയാളിക്കും ഒരു ആഗ്രഹമുണ്ട്. ഒരു കുറേ പൈസ ഉണ്ടാക്കുക, വലിയൊരു വീട് പണിയാ. വീട് മാത്രം മതിയോ? പോരാ, ഒരു വലിയൊരു മതിൽ വേണം. എന്നാലേ ആരുമായിട്ട് സഹകരണം ഇല്ലാതെ അതിനകത്ത് കയറി കൂടാൻ പറ്റും. അല്ല, വീടും മതിലും മാത്രം പണിതാൽ മതിയോ? വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്തത്? സ്റ്റിക് നോ ബിൽസ്, പരസ്യം പാടില്ല എന്നൊരു ബോർഡും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നം. പരസ്യം പാടില്ല നമ്മൾ എല്ലായിടത്തും എഴുതി വെക്കും. നമ്മുടെ വീടിന്റെ അവിടെ പരിസരത്തൊന്നും പാടില്ല എന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ ഇതുപോലെ പരസ്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് സാധനം മേടിക്കുന്ന ഒരു സമൂഹം മലയാളികളെ പോലെ മറ്റാരും ഉണ്ടാവില്ല. അത്രയ്ക്കാണ് പരസ്യത്തിന് നമ്മൾ മലയാളികളുടെ മേലുള്ള സ്വാധീനം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് കറക്റ്റാണ്. നമ്മൾ ഈ കടയിലൊക്കെ ചെന്നിട്ടേ പ്രോഡക്റ്റ് എന്താണ്, സാധനം എന്താണെന്നുള്ളത് പോലും അറിയില്ല, അതിന്റെ പേര് പോലും അറിയില്ല. പക്ഷേ നമ്മുടെ മമ്മൂട്ടി തേക്കുന്ന സോപ്പ് ഏതാണ്, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ആ തേയിലയുണ്ടോ, കാവ്യമാധവന്റെ പുട്ടുപൊടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് സാധനങ്ങൾ പല ആൾക്കാരും വാങ്ങിക്കുന്നത്. പക്ഷേ ഈ പരസ്യമൊന്നും ഇല്ലാതെ വിൽക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെന്ത് സാധനം? നമ്മുടെ നാട്ടിലേക്ക് ഏതെങ്കിലും കള്ള് ഷാപ്പിന് ബോർഡ് വേണോ? അതൊക്കെ ആൾക്കാർ അന്വേഷിച്ചതില്ലേ? ഈ മലയാളി വീട്ടമ്മയിൽ എന്തെന്നാ പിള്ളേരെ കള്ളും ഷാപ്പൊക്കെ പ്രോഗ്രാം തുടങ്ങാനുള്ള പരിപാടി ഇതും ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങാനുള്ള ഒരു പരിപാടിയിൽ തന്നെയാണ്. അമ്മച്ചി, നമ്മൾ എത്ര നല്ലൊരു സാധനം ആണെങ്കിലും നമ്മൾ ആ സാധനം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, മാനുഫാക്ചർ ചെയ്താൽ മാത്രം പോരാ, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതാണ് ശരി. അമ്മച്ചി ജീവിതത്തിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കി? എടാ, ഞാൻ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. അതെങ്ങനെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു, അവരെ എങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കപ്പാസിറ്റി. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ടാസ്കും അത് തന്നെയാണ്. നമ്മുടെ കണ്ടസ്റ്റൻസ് നിന്ന് കൊടുക്കാൻ പോകുന്ന ടാസ്ക് അതാണ്. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് അത് ഏറ്റവും ഭംഗിയായിട്ട് സെല്ല് ചെയ്യുക. അതാണ് ഇന്ന് അവർക്ക് കൊടുക്കാൻ പോകുന്ന ടാസ്ക്. പ്രോഡക്റ്റും നമ്മുടെ വീട്ടമ്മമാരുമായിട്ടുള്ള എന്ത് ബന്ധം ആലോചിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ കണക്ഷൻ ഉണ്ട്. നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിപ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര വൻ പാചക പരീക്ഷണങ്ങളോ വൻ പരാജയങ്ങളോ ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മളെ അത് കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിനകത്ത് എന്തുമാത്രം വൈറ്റമിൻസ് ഉള്ളതാണെന്ന് അറിയാം. ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം, കണ്ണിന് നല്ലതല്ലേ, നീ കഴിഞ്ഞ ദിവസം കാൽവേനയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേണം കഴിക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു സ്കില്ലുണ്ടല്ലോ, അത് മതി എന്ത് സാധനവും സെല്ല് ചെയ്യാൻ. എല്ലാ കാര്യങ്ങളിലും മിടുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ 4 വീട്ടമ്മമാർ ഈ വേദിയിലേക്ക് ഇപ്പം എത്താൻ പോകുന്നത്. ഭയങ്കര ചിരിയാണ് ബബിത. കവിത എഴുതി പോയ പോക്ക അന്ന് തൊട്ട് തുടങ്ങിയ ചിരിയുവാ. ആണോ? ആർക്ക്, നാട്ടുകാർക്കാണോ? മൊത്തത്തിൽ നാട്ടുകാർക്ക് എന്ത് പറഞ്ഞു? പരിപാടി കഴിഞ്ഞിട്ട് ഓരോരുത്തർ വിളിച്ചിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല, ചിരിയോട് ചിരിയാ. ഹസ്ബൻഡിനെ, അതായത് മിസ്റ്റർ ജയനെ എല്ലാരും ഇപ്പൊ നാട്ടിൽ കണ്ണാ എന്നാ വിളിക്കുന്നൊരു ശ്രുതി കേട്ടു. ശരിയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങളുടെ ഹസ്ബൻഡ്സിനാണ് പ്രോബ്ലം അല്ലേ? അവർ ഓഫീസിൽ പോകുമ്പം അല്ല, അവരുടെ റിയാക്ഷൻ, അവർ ലീവ് എടുക്കുകയാണോ അതോ പോയി തുടങ്ങിയോ? പോകുന്നുണ്ടല്ലേ? എന്താണാവോ ഓഫീസില്? കുഴപ്പമൊന്നുമില്ല, വരുമ്പോ ക്ലാ ക്ലാ ക്ലീ ക്ലീ ഒന്ന് പാടാൻ പറഞ്ഞു തോന്നുന്നു ഓഫീസിന്ന്. അല്ല, രമ്യ ഇപ്പോഴും 5 മിനിറ്റ് കൂടുമ്പോൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ നിർത്തി, ആ പരിപാടി നിർത്തി. അന്വേഷണമേ ഇല്ല. എന്താ നമ്മുടെ അവസ്ഥ? നല്ല അഭിപ്രായം ആണോ? എന്തായിരുന്നു നല്ല അഭിപ്രായം? നന്നായിട്ടുണ്ടെന്നാണോ പറഞ്ഞു? അത് മുഴുവൻ പാടാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറയൂ ശ്രീകുട്ടി, എന്താണ് കണ്ടീഷൻ? ഭർത്താവിനെ പോയാസസ് എന്നാ വിളിക്കുന്നത്. അത് കൊള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് വരും, അത് നിങ്ങളുടെ ക്ലയൻസിനെ കൺവിൻസ് ചെയ്യണം. ജഡ്ജസ് മാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഇതിന്റെ ഒരു പാർട്ടായിരിക്കും കേട്ടോ. ആദ്യം നറുക്കെടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ഇവർ 4 പേരും കൂടെ ചെയ്ത ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത നമ്മുടെ സ്വന്തം ബബിതയാണ്. റെഡി അല്ലേ? ചെയ്യാം. എന്താണ് പ്രോഡക്റ്റ്? വായിച്ചോ? അടിപൊളി. പറയൂ. ഒലക്ക. അടിപൊളി പ്രോഡക്റ്റ്. ഉലക്കയാണ് പ്രോഡക്റ്റ്. അപ്പൊ തുടങ്ങല്ലേ?
പല വീട്ടമ്മമാരും ഇവിടെ ഒരലും എടുത്തു വെച്ച് ഇതിട്ട് ഇടിച്ച് പദം വരുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അന്നേ എല്ലാവരും മനസ്സിൽ കണ്ടതാണ് ഇത് ഒന്ന് വീട്ടിൽ പ്രയോഗിക്കണം. അവലൊക്കെ ഇവിടെ പൊടിഞ്ഞ അവല് പോലെ ആകാതെ നമുക്ക് ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഇതൊന്ന് ഉപയോഗിക്കണമെന്ന് അന്ന് കണ്ടിരുന്ന എല്ലാവരും അത് പ്രത്യേകിച്ച് ജഡ്ജസ് ഉൾപ്പെടെയുള്ളവർ ജോമോളൊക്കെ ഇത് അന്നേ ഒരു ഒലക്ക കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്നതാണ്. അതിനാണ് ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ നാടിന്റെ സ്വന്തം ഒലക്കയാണ്. ഇത് വീട്ടമ്മമാരിവിടെ ചെയ്തതുപോലെ ഇടിച്ച് അവലുണ്ടാക്കാൻ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്, ഇത് മറ്റു പല കാര്യങ്ങൾക്കും. നിങ്ങളൊന്ന് നോക്കൂ, പണ്ട് നമ്മുടെ നാടിന്റെ, നമ്മുടെ അമ്മുമ്മയും നമ്മുടെ പഴയ സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ ഒരു രഹസ്യമായിരുന്നു ഈ ഇരിക്കുന്ന ഒലക്ക എന്ന് പറയുന്നത്. അവര് ഒരുമിച്ച് കഥകളൊക്കെ പറഞ്ഞ് വീട്ടിലെല്ലാവരും കൂടെ കൂടി, അല്ലേ, നമുക്കും അത് തിരിച്ചു കൊണ്ടുവരണം. ഇത് നമ്മളുടെ നല്ല തെങ്ങിന്റെ പിന്നെ തടി കൊണ്ട് നല്ല രീതിയിൽ ചെത്തി മിനുക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉലക്കയാണ്. ഇതിന്റെ തുമ്പത്ത് നല്ല ഇരുമ്പിന്റെ കഷ്ണങ്ങൾ നല്ല രീതിയിൽ പിന്നെ ഉരുട്ടി ചേർത്ത് നല്ല ഏറ്റവും നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച ഉലക്കയൊന്നും അല്ല, ഇത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് നല്ല മികച്ച രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഉലക്കയാണ്. ഈ ഒരു ഉലക്ക നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നത് വെറും 150 രൂപയ്ക്ക്, 50 രൂപ ഡിസ്കൗണ്ട്, പിന്നെ ഒന്നിൽ കൂടുതൽ വാങ്ങിച്ചാൽ അതിലേറെ ഡിസ്കൗണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങാൻ തയ്യാറല്ലേ? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും. എനിക്ക് ആ ഒലക്ക വേണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞതാ, വൈ ഷുഡ് ഐ ബൈ ഇറ്റ് ഇൻ ഡൽഹി? ഒന്നാമത്തെ കാര്യം, അംബികമ്മ വല്ലാണ്ട് തടിച്ചു. ഒരു ഇത്തിരി സ്ലിം ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അംബികമ്മന്റെ സൗന്ദര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ ഞാൻ എന്തോ വെച്ച് ഇടിക്കാനാ, ഞാൻ എന്തോ ചെയ്യാനാ? ഐ മീൻ ആദ്യം നമുക്ക് ഒന്നിന് തുടങ്ങാം. ഈ ഇലൊക്കെ നമ്മൾ വാങ്ങിച്ചാൽ അടുത്ത ദിവസം അംബികമ്മ എവിടെ ഉണ്ടെങ്കിലും പോയി ഒരു ഒരല് വാങ്ങും, ഉറപ്പാണ്. അല്ലല്ലോ, ഒന്ന് കാണിച്ചു തന്നെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എക്സസൈസ്. അംബികമ്മക്ക് താങ്ങാവുന്ന വെയിറ്റേ ഉള്ളൂ, ഞാൻ താങ്ങണില്ലേ? നോട്ട് ബാഡ്. ഇങ്ങനെ ചെയ്താല് ആദ്യം ഒരു പ്രയാസമാണ്, പക്ഷെ നമ്മളത് ഇങ്ങനെ ചെയ്താലും മെലിയോ? ഇങ്ങനെ ചെയ്താൽ മെലിയില്ല. ഇത് നമ്മൾ ഒരലെടുത്തിട്ട് അത് അതിലിട്ട് നമ്മളിപ്പം പൊടികളൊക്കെ ആയാലും നമ്മൾ പാക്കറ്റ് പൊടികൾ അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കുന്നു. ഒരു ദിവസം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വളർന്നെങ്കിൽ പോലും എല്ലാവർക്കും, മുതിർന്ന ആളുകൾക്ക് ഇതിലൊക്കെ ഇടിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾ ഒന്ന് കൊടുത്തു നോക്കണം. എത്രയാണ് അപ്പൊ ഒരെണ്ണത്തിന് പറയുന്നത്? 150. അത് വളരെ കൂടുതലാണ്. ഞാൻ 200 ഒരു ഒരലില്ലാതെ ഒലക്ക മാത്രം 150 രൂപ എന്ന് പറയുന്നത്. പിന്നെ നാളെ നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങളിത് പോയി നടക്കണ്ടേ? ഇല്ല, ഇതിപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഇത് വാങ്ങിച്ചാൽ എന്തായാലും നമ്മൾ 150 രൂപ എന്റെ പോയല്ലോ എന്ന് വെച്ച് നമ്മൾ എന്തായാലും പോയി ഒരല് ഉറപ്പായിട്ട് ഞാൻ വാങ്ങില്ല. 150 രൂപ പോയെങ്കിൽ പോയെന്ന് വിചാരിക്കുള്ളൂ. പിന്നെ ഒരല് തപ്പിയിട്ട് ഞാൻ പിന്നെ പൈസക്ക് ഭയങ്കര വാല്യൂ ആണ്. ഇല്ല, അപ്പം ഡിസ്കൗണ്ട് പറ. 150 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചു പോവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. 200 രൂപയായിരുന്നു. 2 എണ്ണം എടുക്കാമെങ്കിൽ ഡിസ്കൗണ്ട്. ഇല്ല, ഒരെണ്ണത്തിന് 2 എണ്ണം എടുത്തിട്ട് എനിക്ക് ഇന്ന് 2 ഒരലും കൂടെ വാങ്ങിച്ചിട്ട് നോക്കട്ടെ. ആരെങ്കിലും ഒരുപാട് സെയിൽസ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് ലാഭം കിട്ടൂ. ഞാൻ ജീവിക്കുന്ന ഇതുകൊണ്ടല്ലേ. ഇത് പഴയതുപോലെ ഉണ്ടല്ലോ, സെക്കൻഡ് ഹാൻഡ് ആണോ? എപ്പോഴും ഓൾഡ് ഈസ് ഗോൾഡ്. ഇത് എത്ര കൊല്ലം പഴക്കമുണ്ട്? ഇത് ഏകദേശം ഒരു 25 വർഷം പഴക്കം കാണും. അപ്പം കാശ് ഇങ്ങോട്ട് തരണം. ഇല്ല, ഇത് അതാണ്. ഇന്നൊരു ഒരൽ ഉണ്ടാക്കിയാൽ ഇതിന്റെ ഗുണം ഒരു അപ്പോഴേ ഞങ്ങളൊരു പഴയ നോട്ട് തരട്ടെ. 500 ഒരു പഴയ നോട്ട് തന്നാൽ 500 ഒരു പഴയ നോട്ട് തന്നാൽ വേണ്ട. ഞങ്ങളൊരു 7 പീസ് എടുക്കാം 100 രൂപയ്ക്ക്. 125. 7 പീസ് എടുത്താൽ 120. നമ്മൾ ചോദിച്ചില്ലേ എന്തൊക്കെ ചെയ്യാന്നുണ്ട്. ഇങ്ങനെ പിടിച്ചത്, ഇതിങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നല്ല എക്സസൈസ് ചെയ്യാം. സൈഡിലേക്ക് ചെയ്യാം. സൈഡിലേക്ക് കുറയണമെങ്കിൽ അല്ലത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള നല്ല എക്സസൈസാണ്. ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ ഒരു കുഴപ്പമില്ലത്. എന്തായാലും വാങ്ങിക്കുക. എന്തായാലും യു സോൾഡ് ഇറ്റ് ടു മീ ബബിത. ഞാനും എടുക്കാം. 125 രൂപ. ഓക്കെ, 75 രൂപ ഞാൻ കുറച്ചു. നമുക്ക് കമന്റ്സിലേക്ക് പോവാ. ഒരു ഒലക്ക ഇങ്ങനെയും മാർക്കറ്റ് ചെയ്യാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ബബിതയോട് ചോദിക്കുമ്പോൾ കഷ്ടവും തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഒലക്ക കൊണ്ട് ഇത്രയും ഒലക്കയുടെ ഗുണങ്ങൾ, അതും ഒരലില്ലാതെ തന്നെ ഒലക്കയുടെ ഗുണങ്ങൾ പറഞ്ഞിട്ട് നന്നായി പറഞ്ഞു. ഞാൻ വാങ്ങിച്ചു 125 രൂപയ്ക്ക്. ബബിത, ഐ തോട്ട് ബബിതയ്ക്ക് ഒലക്ക വിൽക്കാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും വിൽക്കാൻ പറ്റും. എന്തോ തന്നാലും വിൽക്കാൻ പറ്റും.
You get 2 thumbs up. 2. താങ്ക് യു അമ്മയാമ. നമ്മുടെ അടുത്ത കച്ചവടക്കാരി രംഗത്തെത്തിയിട്ടുണ്ട്, ശ്രുതി. ഭഗവാനെ ചെരുപ്പോ മെതിയടി. മെതിയടി ചെരുപ്പല്ല, പഴയ മെതിയടി. ഓ പഴയ മെതിയടി. ആ മനസ്സിലായില്ലേ? അപ്പൊ ശരി. ഹലോ, ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെതിയടിയെ കുറിച്ചാണ്. മെതിയടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പണ്ട് മോഹൻലാൽ ഗുരു എന്ന സിനിമയിൽ മെതിയടി ഉപയോഗിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്. മെതിയടി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തടി കൊണ്ടുള്ള സാധനമാണ്, വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ്. പല വാദം, പിത്തം, പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ മെതിയടി വളരെ നല്ല സാധനമാണ്. പരിസ്ഥിതിക്ക് ഒരു ദോഷമില്ലാതെ മെതിയടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡിസ്പോസിബിൾ ആയാലും മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് പൊക്കോളും. മെതിയടി പഴയ കാലത്ത് നമ്മുടെ പണ്ട് പൂർവികർ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. പണ്ട് തുകലിൻ്റെ ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഒന്നും കൂടി കരകയറിയ ഈ മെതിയടി മരം കൊണ്ടുണ്ടാക്കിയ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ പുതിയൊരു ചെരുപ്പ് ഇപ്പൊ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാല് വേദനയ്ക്കും കാല് പൊട്ടും, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇത് പിന്നെ എവിടെയും ഒന്നും കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് വളരെ സുഖമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ ഇതിന്റെ കോസ്റ്റ് വളരെ ചുരുക്കിയ ലോ കോസ്റ്റ് ആയിട്ടൊരു സംഭവമാണിത്. നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും പ്രകൃതിയിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മരം കൊണ്ടുണ്ടാക്കിയ ഈ മെതിയടി തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഈ സാധനം വാങ്ങി ഉപയോഗിക്കുകയും വേണം. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ആ കുട്ടി അത് ഇട്ടിരിക്കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരാൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരും അത് ഫോളോ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് പുതിയൊരു ട്രെൻഡാക്കി നമുക്കിത് കൊണ്ടുവരാവുന്നതാണ്. മെതിയടി ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ തന്നെ നമുക്ക് പഴയ രീതിയിലേക്കൊക്കെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഞാൻ മെതിയടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. നിങ്ങളിത് ഉപയോഗിക്കണം. നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഈ സാധനം ഉപയോഗിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഇത് ഉപയോഗിക്കണം. എനിക്ക് മെതിയടി കൈ കൊണ്ട് കാണിക്കില്ല. മെതിയടി നമ്മൾ ഇട്ടല്ലേ നടക്കുന്നത്? ഞാൻ ഇട്ട് കാണിച്ചിട്ട് മാം, ഒന്ന് no കാണിക്കാം. problem. നല്ല വളരെ സുഖമാണ് മാം ഇതിട്ട്. എനിക്ക് മണിച്ചിത്രത്താഴാണ് ഓർമ്മ വരുന്നത്. അങ്ങനെയും വേണമെങ്കിൽ നമുക്കൊരു സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ മെതിയുടെ ആവശ്യമെങ്കിൽ നമുക്ക് സുഖമായി നടക്കാവുന്നതാണ്. ഒച്ചയും ഉണ്ടാവും, നമ്മളിങ്ങനെ വരുന്നുണ്ടെന്ന് അറിയുകയും ചെയ്യും. ബൂട്ടൊക്കെ ഇട്ട് നടക്കുന്ന പോലെ. ഞങ്ങൾക്ക് ഇതിന്റെ വിലയൊന്നും അറിഞ്ഞാൽ ഇത് കൊള്ളാന്നുണ്ടായിരുന്നു. വളരെ കുറവാണ്. ഒരു 50 രൂപ തന്നാൽ മതി, നിങ്ങൾക്ക് തരും. തീർച്ചയായും 50 രൂപ വളരെ കൂടുതലാണ്. കൂടുതലോ? ഞങ്ങളുടെ നാട്ടില് 3 എണ്ണം 50 രൂപ കിട്ടും. ഇപ്പൊ സാധാരണ ഒരു ചെറുപ്പ് 350 രൂപയിൽ കുറവ് കിട്ടില്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു മരത്തിന്റെ ഇത്രയും പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു സാധനം നിങ്ങൾക്ക് 50 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റില്ലെന്നോ? വളരെ മോശം ലക്ഷ്മി. ഈ സാധനം ഇട്ടോണ്ട് നടക്കുമ്പോ തന്നെ എന്ത് സൗണ്ടാണ് ഇത്? അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ ആകർഷിക്കാൻ ഇത് വളരെ നല്ല സംഭവമാണ്. നിങ്ങൾ ഹീൽസ് ശബ്ദമില്ലേ? ഒരു പൊതുസ്ഥലത്ത് എങ്ങനെ ഞങ്ങൾ ഇത് ഇട്ടോണ്ട് നടക്കും? അതാണ് പറഞ്ഞത്, നിങ്ങളെ ഒരു ആകർഷിക്കണം. കൃഷ്ണ വളരെ അധികം ഫേമസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിട്ട് നടന്നു നോക്കൂ, വളരെ അസലായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കും കൃഷ്ണയെ. Yes, ma'am. ഞാൻ വാങ്ങിച്ചു because it's so fashionable and ഭയങ്കര uncomfortable ആ ശ്രുതി. ഒരിക്കലില്ല മാം. ഭയങ്കര uncomfortable. എന്റെ കാലിന്റെ അതെന്തുകൊണ്ടാണെന്നറിയോ മാം? വേദന ഏതൊരു എടുത്തു. സാധനം നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. അല്ല യൂസ്ഫുളിന്റെ അല്ല ഞാൻ പറയുന്നത്. Comfortable ആണെന്ന് തോന്നില്ല. ഞാൻ നിന്നാണ് ജോലി ചെയ്യുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ മേക്കപ്പും മുടിയൊക്കെ വെട്ടുമ്പോൾ ഐ എം കോൺസ്റ്റന്റ്ലി സ്റ്റാൻഡിങ്. ഒരു 7-8 മണിക്കൂറൊക്കെ നിന്ന് ജോലി ചെയ്യും ഒറ്റയടിക്ക്. അത് ഈ സാധനം ഇട്ടുകൊണ്ട് ഒരു രക്ഷയില്ല. മാമിന് തോന്നുന്ന മാം കാലുവേദന മേലുവേദന ഒക്കെ മാറും. മാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ വേദന എടുത്തത് കൊണ്ട് ആണ് ഞാൻ അതാണ് മാം. പുതിയൊരു സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് കംഫർട്ടാന്ന് തോന്നില്ല മാം. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കും. ഞാൻ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് ഈ 50 രൂപയ്ക്ക് ഞാൻ ഈ സാധനം വാങ്ങിക്കത്തില്ല. 50 രൂപയ്ക്ക് വാങ്ങിക്കില്ല മാം, അതിൽ കൂടുതൽ കാശിൽ വാങ്ങിച്ചോളൂ. നോ പ്രോബ്ലം. വില കൂടുമ്പോഴാണ് സാധനത്തിന് മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. ശ്രുതി, ഞാൻ എപ്പോഴും തട്ടി വീഴുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ അതെനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രുതിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് എന്റെ കൂടപ്പിറപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ഞാന് ഇതുപോലെ എന്റെ ബിഗ് ടോ മാത്രം മുടക്കി വെക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ എങ്ങനെ വാങ്ങും? നടക്കുന്നത് കൊണ്ടാണ് മാം എപ്പോഴും വീഴുന്നത്. മാം ഇത്തിരി ഹൈറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതുപോലെയുള്ള ഹീൽസ് ഇല്ലാതെ ചെരുപ്പിട്ട് നടന്നു നോക്കും, ഒരു കുഴപ്പമില്ല. പ്രശ്നം ഉണ്ടാവും. ഇല്ല, എനിക്ക് പതുക്കെ നടക്കണ സ്വഭാവം ഇല്ല, എനിക്ക് സ്പീഡിൽ നടക്കണ സ്വഭാവം. അതാ പറഞ്ഞേ, നമ്മൾ പിച്ച് വെച്ച് തുടങ്ങുമ്പോ ഓടൊന്നും ഇല്ലല്ലോ. പതുക്കെ നടന്ന് എന്നെ ഓടാൻ പഠിക്കുള്ളൂ. ഈ ചെരുപ്പിട്ട് നോക്കൂ, 2 ദിവസം പതുക്കെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു. 50 രൂപയല്ല ഞാൻ വാങ്ങിച്ചിരിക്കുന്നു. അല്ല ശ്രുതി, എന്താ ശ്രുതിയുടെ ഈ ബ്രാൻഡിന്റെ പേരെന്താ? ചന്ദനം മെതിയടികൾ. ചന്ദനമാണോ? തീർച്ചയായിട്ടും എന്ന് ഞാൻ പറയുന്നു. ചന്ദനമല്ല, പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന്റെ മരം തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തിന് ഒരു ദോഷം ഉണ്ടാക്കാത്ത, പ്രകൃതിക്ക് ഒരു ദോഷം ഉണ്ടാക്കാത്ത സൂപ്പർ സാധനമാണ്. എന്തായാലും എല്ലാവരും വാങ്ങിച്ചു ഉപയോഗിക്കണം. ഏത് മരമാണ്? ഇത് വഞ്ചി എന്ന് പറയുന്ന മരമാണ്. അത്
അങ്ങനെ ഒരു മരമുണ്ട് മാഡം, പൂരാടം നക്ഷത്രക്കാരുടെ മരമാണത്, വഞ്ചി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതുവരെ ആ സാധനം കണ്ടില്ല, കണ്ടുപിടിച്ച് അതിന്റെ ഔഷധ ഗുണങ്ങൾ എന്താന്ന് അറിഞ്ഞിട്ടാണ് ഈ സാധനം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഔഷധ ഗുണം? ഔഷധ ഗുണം അതെ ഞാൻ പറഞ്ഞു, തണ്ടല് വേദന ഉണ്ടാവില്ല, കാല് വേദന ഉണ്ട്, ഇതൊന്നും കേൾക്കുന്നില്ലേ? ഞാൻ എത്രയായി പറയുന്നു. ശ്രുതി അങ്ങനെയാണെങ്കിൽ വീട്ടിലൊരു മുട്ടി വാങ്ങിയിട്ട് അത് നമുക്ക് കയറി നിന്നാ മതിയില്ലേ കുറച്ച് നേരം? നിങ്ങളെ അന്ന് മുട്ടി വാങ്ങിച്ചാൽ നിൽക്കുവോ? എവിടെ പോവില്ല. അല്ല, കുറച്ചു നേരം നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഈ മുട്ടി അത് ഇതും ഒരു മുട്ടി തന്നെയാണ്. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് മുട്ടി വാങ്ങിച്ച് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മെതിയിടിട്ട് നടക്കന്നെ വേണ്ടേ? അതെ, ഇത് സ്പീഡിൽ നടക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ മുട്ടിയല്ലേ കുറച്ചും കൂടെ നല്ലത്. മുട്ടിയിട്ട് നടക്കാൻ പറ്റുമോ? എങ്ങനെ നടക്കുമെന്ന് കാണിച്ചു തരുമോ? ഇല്ല, അവിടെ നിൽക്കുന്ന പണി എടുത്താൽ മതി. സമ്മതിച്ചു, നിൽക്കുന്ന പണിയാണെങ്കിൽ മെതിയടി വേണമെന്നില്ല. പക്ഷെ മെതിയടിയും ഒരു പലയോ ഒരു മുട്ടിക്ക് തുല്യമാണ്. 2 എണ്ണം കൂടുതൽ ഇട്ടാൽ മതി, ഒരു പ്രശ്നവുമില്ല. മുട്ടി വാങ്ങിച്ചാലും അത് ഒരു പ്രശ്നമില്ലാന്ന് ശ്രുതിക്കല്ലേ. ഞാൻ ഇതിന്റെ ഹീൽസ് ഉള്ളത് കാണുന്നു, എനിക്ക് ഹീൽസ് ഉള്ളത് വേണമെങ്കിൽ കൊണ്ടുതരാം. ഇത് കുറച്ച് പൊക്കത്തിലും ആക്കാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ തന്നെ ഹീൽസ് ഉള്ളത് വേണമെങ്കിൽ ഞാൻ ഇറക്കി തരും, ഒരു പ്രശ്നമില്ല. അല്ല, പിന്നെ അതിന്റെ ആ ഫുൾ പഴയ ലുക്ക് പോവുമല്ലോ ചുമ്മാ ഹീൽസ് ഒക്കെ ആക്കുവാണെങ്കിൽ. ഹീൽസ് ആക്കാൻ മൊത്തത്തിൽ അങ്ങ് പോക്കും, ഒരു സൈഡ് മാത്രം അങ്ങ് പോക്കാതെ. ഇപ്പൊ കണ്ടിട്ടില്ലേ നമ്മൾ അശ്വതിയൊക്കെ ഇടുന്നത് കണ്ടിട്ടില്ലേ? മൊത്തത്തിൽ അങ്ങ് പോകും. ഇതിനെ ഒരു സ്ട്രാപ്പ് എന്തെങ്കിലും പിടിപ്പിക്കാൻ പറ്റും? സ്ട്രാപ്പ് ഇട്ട പ്രശ്നമാണ്, സ്ട്രാപ്പ് പൊട്ടി നിൽക്കുക, അത് പ്രകൃതിക്ക് ദോഷമാണ്. എന്തിനാ നമ്മൾ ഇതിട്ട് 2 നമുക്കല്ലേ ദോഷം ഉണ്ടാവുള്ളൂ? നമുക്കല്ലേ ദോഷം, പ്രകൃതിക്ക് ദോഷമാണെന്ന്. പ്രകൃതി സ്നേഹിക്കുന്ന ആളെ ഞാൻ. അല്ല, അപ്പൊ ഈ മരം വെട്ടി തടി കൊണ്ട് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു മരം വെട്ടും ഒരു 10 എണ്ണം എക്സ്ട്രാ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. വഞ്ചി തന്നെ. ഇത് കൊടുക്കുന്ന വില പറ ലാസ്റ്റ്. 50 രൂപ, വളരെ ചെറിയ വിലക്ക് ഞാൻ ഈ സാധനം വിൽക്കുന്നത്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 25 രൂപയാണെങ്കിൽ ഞാൻ എടുത്തോളാം. എത്രയാ? 25 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എന്താണ് നിമിഷ ഇതില് വരെ നിങ്ങൾ പേശിക്കുന്നത്? 50 രൂപ മുടക്കാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ പറയരുത്. നിമിഷ പുറത്തു പോയി ബാർബിക്യൂ ചിക്കൻ അത് ഇത് വന്ന് വയറിന് ആവശ്യമില്ലാത്ത ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കുന്നു. ഒരു 50 രൂപ ഈ സാധനം വാങ്ങിച്ചു കഴിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ശ്രുതി, നമ്മളൊരു തടിയുടെ സാധനം മേടിക്കും 25 രൂപയ്ക്കുള്ളൊന്നും ഇതിന് ഞാൻ തടിക്ക് എന്താ വിലയില്ലേ? 25 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. തുടങ്ങിയിരിക്കുക. ഇത് ഞാൻ ഇപ്പോഴേ ഇതിന് മാർക്കറ്റ് ഞാനായിട്ട് കുറച്ചാൽ ശരിയാവില്ല. 50 രൂപ അതിൽ കുറയില്ല, ഉറപ്പാണ്. എനിക്കൊരു ഡൗട്ട്. യെസ് പറഞ്ഞു. നമ്മൾ സാധാരണ ചെരുപ്പ് വാങ്ങുമ്പോൾ ചെരുപ്പിന്റെ താഴെയുള്ള ഗ്രിപ്പ് നമ്മൾ നോക്കും അല്ലേ? ഈ ചെരുപ്പിന് അങ്ങനെ ഗ്രിപ്പ് വല്ലതുകൊണ്ടോ? നല്ല ഗ്രിപ്പല്ലേ, ബാത്റൂമിൽ ഒരിട്ട് നിൽക്കാം, തെന്നി വീടില്ല. അത്രയും പാടുപെട്ട് വെള്ളം ഒഴിച്ച് വളർത്തിയ വഞ്ചി മരം, അത് കഴിഞ്ഞ് മോൾ ഇത്ര എഫേർട്ട് എടുത്ത് ഇതിനെല്ലാം തെന്നി വീഴാതിരിക്കാനുള്ള ഈ പാടെല്ലാം പെട്ടുണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ടും വെറുതെ 50 രൂപയ്ക്ക് തരിക എന്ന് പറയുന്നത്. അല്ല മാം, ഇത് എനിക്ക് പ്രകൃതിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണിത്. ഞാൻ പ്രകൃതി സംരക്ഷണത്തിന് മുൻനിർത്തി മാത്രമാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. ഇതുപോലുള്ള സംഭവങ്ങൾ പഴമയിലേക്ക് തിരിച്ചു പോകൂ, പഴമ നിലനിർത്തൂ, എല്ലാവർക്കും നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റും കാലകാലം. ഈ വിശപ്പുക വിഷം വെള്ളം ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല, സൂപ്പറായിട്ട് നടക്കാം കാലകാലം. വാങ്ങിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും തരും. എത്ര എണ്ണം വേണം? അല്ല, പിച്ച വെച്ച് നടക്കാൻ ഇനി പഠിക്കണം ശരിക്കും. ഈ നാക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. സത്യം പറഞ്ഞാലേ ഒന്ന് ചെസ്റ്റ് ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ എല്ലാം ഉണ്ട്. എനിക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റുന്ന ഒരു പിടി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കയറിയതായി ഫ്ലോറിൽ. ശ്രുതി യുനോ വെർബൽ ഡയറിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബട്ട് ഒരു സെയിൽസ് പേഴ്സണിന് ഈ ഒരു പണിക്ക് ഒരു സാധനം വിൽക്കണമെങ്കിൽ യു നീഡ് എ വെർബൽ ഡയറിയ. യു നീഡ് ഇറ്റ്, യു ഹാവ് ഇറ്റ്. ഐ മീൻ അതൊരു ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് സംസാരിക്കാൻ ഒരു വാട്ട് ഈസ് ഇറ്റ്, ഇറ്റ്സ് എ കപ്പാസിറ്റി, ഇറ്റ്സ് എ ഗിഫ്റ്റ് ടു ടോക്ക് ലൈക്ക് ദാറ്റ്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഐ വോണ്ട് ബി ഏബിൾ ടു ടോക്ക് ലൈക്ക് ദാറ്റ്. ഐ മീൻ യു വിൽ മേക്ക് എ ഗ്രേറ്റ് RJ, you know, radio jockey, because ഇത്രയും ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു കട you just went on. That was brilliant for this job. You were brilliant. താങ്ക് യു മാം. അപ്പൊ അടുത്ത ആ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ രമ്യ വന്നിട്ടുണ്ട്. എടുത്തോളൂ രമ്യ, ഐശ്വര്യമായിട്ട്. എന്താണ്? അടിപൊളി. ഇല്ല, ചെമ്പരത്തിപ്പൂവ് അതിന്റെ ഇലയുമാണ് സെല് ചെയ്യണത്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല മനോഹരമായ പൂക്കളാണ്. നമ്മുടെ പ്രകൃതിദത്തമായ, അതായത് നമ്മുടെ പ്രകൃതിയുടെ ഒരു വരദാനമാണ് ഈ പുഷ്പം. ഇതെല്ലാവർക്കും അറിയാം. ഇത് ചെമ്പരത്തിപ്പൂ. ഇതിപ്പം നമ്മുടെ എല്ലാ പരിസരത്ത് എല്ലാ സ്ഥലത്തും, അതായത് വേലിപ്പടർപ്പിലും വീട്ടിൻ്റെ മുക്കും മൂലയിലും എല്ലായിടത്തും ഉണ്ടാവും ചെമ്പരത്തിപ്പൂവ്. ഇപ്പം ആളുകൾ പരിഹസിച്ച് പറയാറുണ്ട് ഇത് തലയിൽ വെച്ച് നടക്കാമെന്ന്. അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. നമ്മൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിയാത്തവരാണ് അത് പറയുന്നത്.
കാരണം ഇതുകൊണ്ട് നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കും നമ്മൾ തലയിൽ. അത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും പിന്നെ കൂടുതൽ കണ്ണിന് നല്ലതാണ്, കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ നല്ലതാണ്. ഈ ചെമ്പരത്തി പൂവിൻ്റെ എല്ലാം വളരെ ഗുണങ്ങളുള്ള സാധനമാണ്. കാരണം ഇതിൻ്റെ ഇല ഇതും നമുക്ക് തേച്ച് അരച്ച് തലയിൽ തേച്ച് കുറച്ച് നേരമൊക്കെ വെച്ച് നന്നായി കഴുകി കളഞ്ഞാൽ നല്ല ഉന്മേഷം കിട്ടും തലയ്ക്ക്. പിന്നെ ഇതിൻ്റെ കായ പൂവ് ഒന്നും കളയാൻ പാടില്ല, എല്ലാം ബെസ്റ്റാണ്. പിന്നെ നമ്മൾ രമ്യ, ഇത് ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് എന്തായിരുന്നു ആദ്യത്തെ ഉപയോഗം പറഞ്ഞ? ചെമ്പരത്തിപ്പൂ കൊണ്ട് നമുക്ക് താളി ഉണ്ടാക്കാം. എങ്ങനെ താളി ഉണ്ടാക്കുന്നത്? ഇത് നന്നായിട്ട് വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ. നല്ലോണം അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ കുറച്ച് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് നന്നായി തലയിൽ തേച്ച് പിടിപ്പിക്കുക. എനിക്ക് മനസ്സിലായി. ഇപ്പം റെഡിമെയ്ഡ് താളികൾ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, താളി ഷാംപൂ അല്ല. അപ്പം ഞാനെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് അരച്ച് ഷാംപൂ? പക്ഷെ നമ്മൾ റെഡിമെയ്ഡ് ആകുമ്പോൾ അതിൽ എന്തായാലും ഒരു രാസവസ്തുക്കളെല്ലാം കയറിയിട്ടുണ്ടാവും. ഇതാവുമ്പോൾ മാമിനെ ഒന്നും പേടിക്കേണ്ട, വീട്ടിൽ നിന്ന് പറിക്കാൻ സുലഭമായിട്ട്. ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാൻ ഞാൻ വളരെ ചീപ്പായിട്ട് വിൽക്കുന്നത്, വെറും 5 രൂപയേ ഉള്ളൂ. അപ്പം അതിനെന്തിനാ ഇല എന്തിനാ കൂടെ? ഇല ഏറ്റവും ബെസ്റ്റ് അല്ലേ? അതായത് ഇല ഇതേമാതിരി താളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ലോണം അരച്ചിട്ട്. അപ്പോൾ ഇത് അത്രയും ഗുണങ്ങളുള്ള ഒരു പൂവാണ്. നമ്മളിപ്പം പൊതുവെ എല്ലാവരും കളിയാക്കി പറയും തലയിൽ ചെമ്പരത്തി പൂ വെച്ച് നടക്കാം, കുതിരവട്ടം, അങ്ങനെയൊക്കെയാണ്. ചെവിയിലല്ലേ ചെമ്പരത്തി പൂ? തലയിലാണോ? തലയിലും വെക്കാം, ചെവിയിലും വെക്കാം. ഇതിപ്പോ തലയിൽ വെക്കാന്ന് പറഞ്ഞില്ലേ, ഒന്ന് കാണിച്ചു തരാണെങ്കിൽ ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാലോ, എന്നിട്ട് വാങ്ങിക്കാലോ, അതല്ലേ നല്ലത്. ഒന്ന് വെച്ച് കാണിച്ചു തരുമോ തലയില്? ഓ, കാണിച്ചു തരാം. ഇങ്ങനെ വെക്കാം, പിന്നെ ഇത് ഇങ്ങനെ മൊത്തം എടുത്ത് ഇങ്ങനെ വെക്കാം. ഭംഗിയില്ലേ? കുട്ടിക്ക് അതിനാണോ ഇത് വേണ്ടത്? ഇത് വാങ്ങിക്കോളൂ. വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ എല്ലായിടത്തും തലയുടെ മോണി വെച്ചല്ലേ പിന്നെ നമ്മളെങ്ങനെയാ വാങ്ങിക്കുന്നത്? അതെ ശ്രുതി, അതാണ് ഇത് കൊണ്ടുള്ള ഉപയോഗം. ശ്രുതി പറഞ്ഞു അരച്ച് എണ്ണ കാച്ചി നമുക്ക് അപ്പം പറിക്കാൻ. ഇതിപ്പോ കാച്ചാൻ നമുക്ക് പറ്റുമെങ്കിൽ പറിക്കാനും നമുക്ക് പറ്റും അല്ലേ? അപ്പൊ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഇല്ല മാം, ഇപ്പൊ അവിടെ എല്ലാം പോയി പറിച്ചിട്ട് വരണ്ടേ? ഇല്ല, മുറ്റത്തുണ്ടോ? ഓ, എന്നാലും മാം ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങണത് ഫ്രഷ് ആണ്. അതെ പറഞ്ഞു, ഫ്ലാറ്റിലുള്ളവരൊന്നും ഇത് കണ്ടു കാണില്ല. അപ്പോ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. ഇത് വീട്ടിൽ കൊണ്ടുപോവാ, നമ്മള് പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചെടി ഇല്ലാത്തവർക്കൊക്കെ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഈ ചെടിയൊന്നും പറ്റില്ലല്ലോ. പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് രമ്യ, ഇതിനിപ്പോ ഈ താളി അല്ലെങ്കിൽ താളി മാത്രല്ല കുട്ടിക്ക് ഇവിടെ എവിടെയെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ കുട്ടിക്ക് പോവാം, അവിടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവാം. അതല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കിത്? ചെമ്പരത്തി കൊണ്ട് താളി ഇല്ലാതെ കുട്ടി പ്രസവിച്ചതാണോ? ഒന്ന് പ്രസവിച്ചു. മുടി കൊഴിച്ചിലുണ്ടോ? ഇല്ല. എന്നാലും മുടിക്ക് കുറച്ച് നീളം കുറവുണ്ട്. അത് വെട്ടിക്കളഞ്ഞതാ. അപ്പൊ അപ്പൊ തലയ്ക്കൊരു ഇനി കുറച്ചും കൂടി നന്നായി മുടി വരണമെങ്കിൽ. ഇല്ല, എനിക്ക് മുടി ഇഷ്ടമല്ല. മുടി ഇഷ്ടല്ലേ? എന്നാൽ ഹസ്ബൻഡ് ഇഷ്ടം കാണും. ഇല്ല, ഹസ്ബൻഡിന് ഇതാ ഇഷ്ടം. കുട്ടിക്ക് തലയിൽ തണുപ്പ് വരുന്ന ഇഷ്ടല്ലേ? തണുപ്പ് ഞാൻ നല്ല ഫാനിന്റെ അടിയിലും AC-ന്റെ അടിയിലും ഇരിക്കണം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ കണ്ണിന് കാഴ്ച വേണ്ടേ? കാഴ്ചക്ക് ഞാൻ ഇളനീർ കുഴമ്പാണ് തേക്കുന്നത്. ഇളനീർ കുഴമ്പൊന്നും ഇതില് അടുക്കില് വിട്ട് ഇത് തേച്ചാല് കണ്ണിന്റെ കാഴ്ചയൊക്കെ. ഇതൊന്ന് തലയിൽ പിടിപ്പിച്ച് നോക്കിയാ പിന്നെ തന്നെ എന്നോട് ഇങ്ങനെ പറയില്ല. എനിക്ക് താളി ഉണ്ടാക്കണ്ട, അമ്പലത്തിൽ കൊണ്ടുപോകണ്ട, പിന്നെ ഞാൻ എന്തിനാണ് ഇത് വാങ്ങേണ്ടത്? കൊച്ചി ഇങ്ങോട്ട് വാ. ഈ ഫ്രഷ് ആയ ചെമ്പരത്തി കണ്ടിട്ട് നിനക്ക് വാങ്ങാൻ തോന്നില്ലേ? ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇതാണോ ഫ്രഷ്? വാടിയത് ആർക്കാ താളി താല്പര്യം? താല്പര്യം ആർക്കാ? ഈ മുടിയൊന്നും പോരാ. ഈ പുഴു കടിച്ച ചെമ്പരത്തി ഞങ്ങൾ എന്തിനാണ് പാചകത്തിന് വല്ലതും പറ്റുമോ? പാചകത്തിനാണെങ്കിൽ കുക്കറി ഷോക്കൊന്നും ഇത് പറ്റില്ല. കുക്കറി ഷോ ചെയ്യുമ്പോ നമ്മൾ അതിന്റെ മുമ്പിൽ വേണമെങ്കിൽ ഭംഗിക്ക് വെക്കാം. എന്റെ ചെമ്പരത്തി കൊണ്ട് ഞാൻ ചൈനീസ് ചെമ്പരത്തി കൊണ്ട് ഈ ചെമ്പരത്തി കൊണ്ട് പറ്റില്ല. എന്നാ വരൂ, വേഗം വരൂ, എന്നാ വാങ്ങൂ. ഇത് ഫ്രഷ് അല്ല. ഫ്രഷ് അല്ലാന്നോ? കൊച്ചി ഇവിടെ നോക്ക്, ഇതൊക്കെ ഫ്രഷ് ആണ്. ചിലത് മാത്രമേ ഫ്രഷ് അല്ലാത്തുള്ളൂ. ആരും വാങ്ങിക്കുന്നില്ല, അവിടെ നിൽക്ക. എനിക്കിതൊന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര കർക്കശക്കാരിയാണ്. ഒരാൾ സഹായിക്കാന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, എന്നാ മറ്റേ ഫ്ലാറ്റിലൊക്കെ നമുക്ക് ഇത് സഹായകരമാണല്ലോ. ആയിരിക്കും, അത് വേണമെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അത് വേറെ വഴിക്ക് പോയി. അത് കഴിഞ്ഞ് പറഞ്ഞ് സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞ സ്ക്വാഷോ? എനിക്കറിയില്ല. ചെമ്പരത്തിയോട് സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും. So Ramya,
അപ്പോൾ അത് വിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കുറേ പോയിന്റ്സ് ഉണ്ട്. വൈ യു കുഡൻ സെൽ ദ ചെമ്പരത്തി? ഐ മീൻ ഒലക്ക വിറ്റു, ചെമ്പരത്തി എന്താ വിൽക്കാൻ പറ്റാത്തത്? ബിക്കോസ് ആദ്യം തുടങ്ങിയപ്പോലെ യു ഡിഡ്ന്റ് ഹാവ് ഇനഫ് നോളജ് ഇതിനെ പറ്റി അല്ലേ? ഒരു 1.5 മിനിറ്റേക്ക് കഴിഞ്ഞപ്പോലെ പിന്നെ അങ്ങ് ഇറ്റ് ഗോട്ട് എക്സോസ്റ്റഡ്. ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇനി പറയാനില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് രമ്യക്ക്. ലൈക്ക് അത് വിട്ടുകൊടുക്കത്തില്ല. വന്ന് വാങ്ങിക്ക, എടുക്ക, പിടിച്ചോ. ദാറ്റ് ഈസ് എ ഗുഡ് ക്വാളിറ്റി ഇൻ എ സെയിൽസ് പേഴ്സൺ. അങ്ങനെ നമ്മുടെ ശ്രീകുട്ടിയാണ് ഫൈനലായിട്ട് ഇവിടെ ആ ഒരു മാർക്കറ്റിംഗ് സ്കിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? പിന്നെ നടത്തോ. എന്റെ അമ്മേ, പണിയാണല്ലേ? ഒന്ന് വായിച്ച്. മെലിയാനുള്ള മരുന്ന്. അതല്ല, ഇതിൽ പലതും ഉണ്ടായിരുന്നു. ശ്രീകുട്ടി അത് തന്നെ എടുത്തു. അതൊന്നും എടുത്തില്ല. അല്ല, ദേവിയെ വിളിച്ചുകൊണ്ടും ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും എടുത്തതാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ പ്രശ്നം, ആ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒബീസിറ്റി അല്ലേ? തടി കൊണ്ട് എന്തെല്ലാം അസുഖം ഉണ്ടാകുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് തോന്നും, ഇവളെന്താ ഇതൊക്കെ സംസാരിക്കുന്നതെന്നല്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനൊരു പ്രോഡക്റ്റ് ഇവിടെ പ്രസന്റ് ചെയ്യുവാണ്. സ്ലിം കെയർ, നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന സ്ലിം കെയർ. ഓക്കെ, ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തടി അങ്ങനെ ശിംഗ്ലീന്ന് കുറയും. അതിന്റെ ഏറ്റവും വലിയ അനുഭവസ്ഥയാണ് ഈ നിൽക്കുന്ന ഞാൻ. നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയും തടിച്ചാണെന്ന് പറയുന്നത്. ഞാൻ 250 കിലോ ഉണ്ടായിരുന്നു ഒരു മാസം മുന്നേ. ഈ സ്ലിം കെയർ കഴിച്ചിട്ട് ഞാൻ ഇന്ന് 100 കിലോയിലോട്ട് താന്നിരിക്കുകയാണ്. വേറെ 100 കിലോയിലോട്ട് ഞാൻ താന്നിരിക്കുകയാണ്. ആരെങ്കിലും വിശ്വസിക്കോ? വേറെ 30 ദിവസം കൊണ്ട് സ്ലിം കെയർ 2 നേരം കഴിച്ചിട്ട് 100 കിലോയിലേക്ക് ഞാൻ താന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ എന്നെ തന്നെ ഈ മോഡലായിട്ട്, ഇതിലും വിശ്വസനീയമായിട്ട് ഈ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു മാസം മുന്നുള്ള എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. അതിനകത്ത് ഞാൻ 250 കിലോ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 90-100ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം തോറും എൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് ഉന്മേഷം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. പണ്ടൊക്കെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇരുത്തിയായിരിക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പം എനിക്ക് എന്തും ചെയ്യാം, ചാടാം, തുള്ളാം, ചിരിക്കാം, എന്ത് വേണോ ചെയ്യാം. സന്തോഷമായിട്ട് ചെയ്യാം, സന്തോഷമായിട്ട് ചെയ്യാം. എല്ലാവർക്കും ഓടി വന്ന് വാങ്ങാം. ഇതിനാണെങ്കിൽ എനിക്ക് ഈ പ്രോഡക്റ്റ് എല്ലാവരും എത്തിക്കൊണ്ട്, റിനിഷ നിനക്ക് ആവശ്യമുണ്ട്, സനം നിനക്ക് ആവശ്യമുണ്ട്. എൻ്റെ കമ്പനിയുടെ ആദ്യത്തെ മോഡൽ ഈ ലക്ഷ്മി ആയിരുന്നു. കണ്ടോ നിങ്ങള്? ലക്ഷ്മി പണ്ടിരുന്നത് ലക്ഷ്മി 200 കിലോ ഇരുന്ന ലക്ഷ്മിനെ എനിക്കോ കണ്ടോ? അവിടെ ആ വടി ശരീരം നോക്കൂ. തന്റെ അനുഭവം നന്നായിരുന്നില്ലേ? അതെ, ഈ സ്ലിം കെയർ ഞാനാണല്ലോ യൂസ് ചെയ്തത്. വേറെ സ്ലിം കെയർ ആണല്ലോ യൂസ് ചെയ്തത്. അതെ, ഈ സ്ലിം കെയർ ഞാൻ കൊടുത്തിട്ടില്ല, അവർക്ക് വേറെ സ്ലിം കെയർ ആണ് കൊടുത്തത്. ഇതിനകത്ത് ഏറ്റവും നല്ല കാര്യം ക്വാളിറ്റി. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആദ്യം നോക്കേണ്ടത് ക്വാളിറ്റി. ഈ ക്വാളിറ്റി ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. നിങ്ങൾ നോക്കൂ, എന്ത് ചുറുചുറുക്കാണ് എനിക്ക് കാണാൻ അല്ലേ? വാവ്, എൻ്റെ എന്ത് ചുറുചുറുക്കാണ് എനിക്ക് കാണാൻ. ഞാൻ എന്ത് സന്തോഷവതിയാണ്. എന്നെ പണ്ട് ഹസ്ബൻഡ് പുറത്തു കൊണ്ടത്തില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ പുറത്തു കൊണ്ടുപോകാറുണ്ട്. നിങ്ങൾ എന്ത് സന്തോഷമാണ്. ഹസ്ബൻഡ് എന്നെ എവിടെ കൊണ്ട് കാണിക്കും. ഇവിടെ തടി കുറഞ്ഞു നോക്കൂ, എല്ലാവരും സ്ലിം കെയർ. എൻ്റെ വീട്ടിലിപ്പോൾ എല്ലാവരും സ്ലിം കെയർ ആണ് യൂസ് ചെയ്യുന്നത്. അതെ, കടന്നു വരൂ. ഇതിന്റെ വേറൊരു സ്ട്രാറ്റജി ഞാൻ പറയട്ടെ. ഈ സ്ലിം കെയർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നത് 50% ഡിസ്കൗണ്ടിനാണ്. 50% ഡിസ്കൗണ്ട്. ഇന്ന് വാങ്ങുവാണെങ്കിൽ 50% ഡിസ്കൗണ്ട്. അല്ല, നിങ്ങൾ 4 എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 8 നിങ്ങൾക്ക് തരും. ഒന്നെങ്കിൽ 50%, ഇല്ലെങ്കിൽ 8, 10, അങ്ങനെ നിങ്ങൾ കൂടി എടുക്കും. ഞങ്ങൾക്ക് വേണ്ടത് സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമേഴ്സ് ആണ്, അല്ലാതെ പൈസ അല്ല വേണ്ടത്. കടന്നു വരൂ. തടി കുറയ്ക്കും, ഉന്മേഷനാക്കും, എല്ലാ പണിയും ചെയ്യാൻ പറ്റും. കടന്നു വരൂ. 50% ഡിസ്കൗണ്ട്, അത് മാത്രമാണ് ഉള്ളത്. ഇനിയുമുണ്ട്. നിങ്ങൾ ഇത് ഒരെണ്ണം വാങ്ങുമ്പോൾ 4 തടിച്ചുകളുടെ തടിയും കുറയ്ക്കും. കാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങൾ 25% കൊടുക്കുന്നുണ്ട്. 25%. വരൂ മാഡം, മാഡത്തിന് നോക്കാം. മാഡത്തിന് പറ്റിയ പ്രോഡക്റ്റാണ്. വരൂ മാഡം, വരൂ, പറ്റിയ പ്രോഡക്റ്റാണ്. മാഡത്തിന് ഞങ്ങൾ ഇപ്പോൾ ഒരു 30ലേക്ക് കൊണ്ടുപോകും. 50 അല്ലെങ്കിൽ 15ലേക്ക് കൊണ്ടുവരും. കടന്നു വരൂ. എല്ലാരും വരൂ. സ്ലിം കെയർ. ഓക്കെ, ശ്രീകുട്ടി 10 ബോട്ടില് 10. Oh my god. ശ്രീകുട്ടി, ഈ സ്ലിം കെയർ എന്തൊക്കെ വെച്ചിട്ടാ ഉണ്ടാക്കിയത്? ഈ സ്ലിം കെയർ രഹസ്യം പറഞ്ഞു തന്നാൽ എന്റെ റോയൽറ്റി പോയില്ലേ? നമ്മുടെ കാടുകളിലെ അഷ്ടമുടി വനങ്ങളിൽ പോയി ആയുർവേദ ആചാര്യങ്ങൾ കണ്ടുപിടിച്ച പച്ചിലകളാണ്. പച്ചിലകൾ കൊണ്ട് ഉണ്ടാക്കിയത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. കാരണം
എക്സാമ്പിൾ, വേറെ ഒന്നും നോക്കണ്ട. എന്നെ നോക്കൂ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. പതിവിലും ചുറുചുറുക്കിയാണ് ഞാൻ. അല്ല പക്ഷെ ഒരു മിനിറ്റ് ഒരു സൈഡ് വേസ് പോലും നമുക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ഹെർബ് ലൈൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ യുനോ ഒഡമസ്തിൻ ഉണ്ടാക്കിയ ആള് അയാളങ്ങ് ചത്തുപോയി, മരിച്ചുപോയി. യുനോ അയാൾ അത് കുടിച്ച് കുറെ വണ്ണൊക്കെ കുറഞ്ഞ് then he really died and it's a fact. ശരിക്കും മരിച്ചുപോയി ആണ്. അപ്പൊ ചുമ്മാ ഇതൊക്കെ കുടിച്ചിട്ട് എന്താ കാര്യം? മാഡം അതൊരു മനസ്സിലാക്കണം. അത് ഞങ്ങൾ കമ്പനിക്കെതിരെ ഒരു വിശദമായ പ്ലാനിങ് ആയിരുന്നു. അങ്ങേരെ കൊന്നത് പാമ്പ് കുത്തിയാണ്. എന്നിട്ട് ഓപ്പോസിറ്റ് കമ്പനിക്കാർ ഇറക്കിയ സ്ട്രാറ്റജിയാണ്. അങ്ങേര് ഇത് കുടിച്ച് ചത്തതാണ്. എന്റെ പ്രൊഡക്റ്റാണ് നല്ലത്. ഓൾസോ ഞാനാണെങ്കിൽ ലോകത്ത് ഇല്ലാത്ത എവറിത്തിങ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഡയറ്റിങ്, ഇങ്ങനത്തെ സാധനങ്ങൾ കഴിച്ച് എല്ലാ ഡയറ്റും ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന എന്താ? വാട്ട് ഈസ് എ ഗ്യാരണ്ടി? ഇത് കഴിച്ചിട്ട് അലർജി ഉണ്ടാവില്ല, വേറെ കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് ഞാൻ വെള്ളക്കടലാസ് ഒപ്പിട്ട് തരാം. വെള്ളക്കടലാസ് വേണ്ട. മാത്രമല്ല കമ്പനി പ്രോഡക്റ്റിന് സർട്ടിഫിക്കറ്റ് ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ റിട്ടേൺ ചെയ്തായിരിക്കും. കോമ്പൻസേഷൻ ആയിട്ട് നിങ്ങൾക്ക് 50 ലക്ഷം രൂപ തരുന്നതായിരിക്കും. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? 50 ലക്ഷം രൂപ. ഇതിന്റെ വില എത്രയാണെന്ന് പറഞ്ഞേ? എന്തെന്നോ ഈ സാധനം കുടിച്ച് ശ്രീകുട്ടിക്ക് എന്തെന്നോ തലയിൽ സ്ക്രൂ എന്തെന്നോ ലൂസായി. സ്ക്രൂ ലൂസായതല്ല, ഞാൻ എനർജറ്റിക് ആയതാണ്. ഒരുമാതിരി ശ്വാസം എടുക്കാതെ സംസാരിക്കുന്നല്ലോ. അപ്പോൾ മാഡത്തിന് മനസ്സിലായില്ലേ? ശ്വാസം എടുക്കാതെ പോലും സംസാരിക്കാൻ ഇത് അനുവദിക്കുന്നു. ശ്വാസം പോലും നമുക്ക് വേണ്ട. അത്രയും നന്നായിട്ട് വരും. ശ്വാസം എടുക്കാതെ പോലും നമുക്ക് സംസാരിക്കാൻ. ഇതെനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ശ്രീകുട്ടിയുടെ പോലെ ആയി പോവോ? ഞാൻ മെലിഞ്ഞു പോയതാണ്. മെലിഞ്ഞതല്ല, ഇനി ലക്ഷ്മിയെ പോലെ ഇല്ല മെലിഞ്ഞതല്ല, മെലിയാം. പക്ഷെ ഇതുപോലെ വർത്താനം പറയോ? ഇല്ല അങ്ങനെ നിനക്ക് വേണമെങ്കിൽ പറഞ്ഞു. വളരെ എനർജറ്റിക് ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചതേ ഉള്ളൂ. ശ്രീകുട്ടി, ഇതിന്റെ വില എത്രയാന്നാ പറഞ്ഞേ? ഇതിന്റെ വില ഇതിന്റെ വില ഇപ്പം വെറും 250 രൂപയാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളല്ലേ, ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 50% ഓഫ് ആകുമ്പോൾ 125. 4 ഞാൻ തരുന്നതായിരിക്കും. അത് 100 താഴെ ആവുന്നു. വാ വണ്ടർഫുൾ അല്ലേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? വാ വണ്ടർഫുൾ. എല്ലാവർക്കും സന്തോഷമായില്ലേ? ചേട്ടന്മാർക്ക് വേണോ? ചേച്ചിമാർക്ക് വേണോ? ഹാഫ് ദ റേറ്റ് 50%. ശ്രീകുട്ടി എനിക്ക് വേണം. എന്റെ സാധനം വിറ്റ് പോയേ. ഇത്രയും മാർക്കറ്റ് ചെയ്തൊരു സാധനം ഞാൻ വാങ്ങിച്ചു. ശ്രീകുട്ടി മിണ്ടാതെ ഇരിക്കാൻ വേണ്ടിയാ ഇപ്പൊ വാങ്ങിച്ചേ. ശ്രീകുട്ടിയുടെ കയ്യിൽ പോയപ്പോൾ സംസാരിക്കുന്നില്ല. വരൂ തടി കുറയ്ക്കണോ? ഒന്നും പറയാനില്ല. എന്ത് പറയുന്നു നമ്മുടെ ജഡ്ജസ്? അവർക്കൊന്നും പറയാൻ വയ്യാതെ ഒന്നും പറയാനില്ല. പ്രോഡക്റ്റ് മേടിച്ചത് തന്നെ. I am completely lost for words and chili and everything. എന്തിനും ശ്രീകുട്ടിക്ക് ഒരു ഉത്തരവുണ്ട്. ഇങ്ങനെ ചോദിച്ചാൽ ഇതിന് ഉത്തരം, അങ്ങനെ ചോദിച്ചാലും ഇതിന് ഉത്തരം. അതുകൊണ്ട് തന്നെയാണ് ആ വായൊന്ന് അടച്ചു പിടിക്കാൻ ഞാനത് വാങ്ങിച്ച്. പക്ഷെ മാഡം കഴിക്കരുത്. ഇപ്പം ആവശ്യത്തിനേ ഉള്ളൂ. ഇനി കഴിച്ചാൽ മാഞ്ഞു പോകും. മാഡത്തിനാവാം, അശോകന് ക്ഷീണമാവാം. It was incredible. ഇതിന്റെ വെർബൽ ഡയറി എന്നൊന്നും അല്ല പറയുന്നത്. ഇത് വേറെ എന്തോ. ആ ഒരു വാക്ക് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് പറയണം. My God, you were just shocking. That is the word. അപ്പൊ നമുക്ക് ബാക്കി 3 പേരെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ 4 കച്ചവടക്കാരികളും മാർക്ക് അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് ഇവർക്ക് കൊടുക്കുന്നത്? ബബീത 80 on 100. താങ്ക് യു. ശ്രീകുട്ടി ഞാനിങ്ങനെ കടന്ന് മലന്ന് പറയുന്ന ചിരിച്ച. എനിവേ for that you get 86 on 100. രമ്യ 70 on 100. താങ്ക് യു മാം. ശ്രുതി, യെസ് മാം. മെതിയടി ഞാൻ വാങ്ങിച്ചല്ലോ, അതിന് ശ്രുതിക്ക് 82 on 100. താങ്ക് യു മാം. സോ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഹൈ സ്കോർ കിട്ടിയിട്ടുള്ളത് ശ്രീകുട്ടിക്കാണ്. 86 on 100.
അടുത്തായിട്ടൊരു മനോഹരമായ ഔട്ട്ഡോർ ടാസ്ക് ആണ്. അത് ചെയ്യാനായി നമ്മളിലേക്ക് എത്തുന്നത് മലപ്പുറത്തിന്റെ അഭിമാനമായ രമ്യ. എൻ്റെ പേര് രമ്യ. ഞാൻ മലപ്പുറം അത്താണിക്കെന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡുണ്ട്, അമ്മ, അച്ഛൻ, പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ അമ്മയും അച്ഛനും. പിന്നെ എനിക്ക് 2 മക്കളാണ്. മൂത്താൾ 4 വയസ്സ് കഴിഞ്ഞു, പിന്നെ മോനുണ്ട്, മോനൊരു വയസ്സാവണു. രമ്യ കല്യാണം കഴിച്ചപ്പോൾ എല്ലാവരും പറയലുണ്ട് ഇങ്ങനെ രമ്യക്ക് കലാപരമായിട്ട് താല്പര്യങ്ങളുണ്ട് എന്ന്. കല്യാണം കഴിച്ച് ഗൾഫിൽ പോയപ്പോഴും ചെറിയ അവിടെയുള്ള ചെറിയ പരിപാടികൾക്കൊക്കെ ആൾ പങ്കെടുത്തിരുന്നു. രമ്യ ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടൊരു ഫേസ് ആയിരിക്കും രമ്യ ചേച്ചിക്ക്. എല്ലാവിധത്തിലുള്ള കായിക മേള എല്ലാത്തിനും വന്നിട്ട് രമ്യ വളരെയധികം എക്സ്പേർട്ടാണ്. പണ്ടേ എനിക്ക് ഈ മിമിക്രി, മോണോയിറ്റ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യും. ക്രാഫ്റ്റ്, ടെറാക്കോട്ട, പിന്നെ ജ്വല്ലറി മേക്കിംഗ്, പിന്നെ പോട്ട് പെയിൻറ്റിങ്, നെറ്റിപ്പട്ടം, അങ്ങനെ ചെറിയ വർക്കുകളൊക്കെ ചെയ്യും. എനിക്ക് കുറേ പോസിറ്റീവ്സ് ഒന്നുമില്ല. പിന്നെ പോസിറ്റീവ്സിൽ ഞാൻ അങ്ങനെ ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ എല്ലാം ചിരിച്ചുകൊണ്ട് ഇപ്പോൾ ടെൻഷൻ വന്നാലും ഞാൻ ചിരിച്ച് കൈകാര്യം ചെയ്യാറുണ്ട്. പിന്നെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് കുറേ ഉണ്ട്. എല്ലാവരും എനിക്ക് വെറുപ്പിക്കും. ഞാനിങ്ങനെ ഹസ്ബൻഡിനാണ് കൂടുതൽ ഇങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു പോകണം, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള. അപ്പോൾ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ടാണ്. ഞാൻ കുഞ്ഞിലെ ടെറസിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണ് കോമ സ്റ്റേജിലൊക്കെ പോയി തിരിച്ചു വന്ന ഒരാളാണ്. നമ്മളെ ഈ വീട്ടമ്മ നല്ല പരിപാടിയിൽ എല്ലാവിധ ആശംസകൾ നേരുന്നു. എന്റെ രമ്യ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ തന്നെ അവരെല്ലാരും നോക്കി ചിരിക്കണ്ടായിരുന്നല്ലോ. മലപ്പുറത്തിന്റെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് അധികം എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് തന്നെ ആ ടാസ്കിലേക്ക് പോവാം. രമ്യയുടെ ടാസ്ക് എന്താണെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ചോറിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താണ്? മീൻകറിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഉണക്കമീൻ ഇഷ്ടമാണോ? ഉണക്കമീനോ അതിന്റെ മണം കേട്ടാൽ തന്നെ പറയുന്നത് നല്ലതാണ്. ചോറിൻ്റെ കൂടെ അത് മാത്രം മതിയല്ലേ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ. അപ്പൊ ചേച്ചി, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഉണക്കമീൻ കറി, പച്ചൊരു കറി, അതായിരിക്കും ചേച്ചി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല. ഉണക്കമീൻ വെക്കണമെങ്കിൽ നമ്മൾ ആദ്യം മീൻ വേണ്ടേ? മീൻ എങ്ങനെ സാധാരണ കിട്ടുന്നത്? നമ്മൾ മീൻകാരൻ്റെ നിന്ന് വാങ്ങും. പക്ഷെ മീൻകാരൻ എവിടെ നിന്നാ മീൻ കിട്ടുന്നത്? കടലിൽ നിന്നല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഞാനും ചേച്ചി നമ്മളെല്ലാവരും കൂടെ കടലിൽ പോയി വല വീശിയിട്ട് മീൻ പിടിച്ച് 1 കിലോ മീനെങ്കിലും പിടിക്കണം. എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉണക്കമീനാക്കി പിന്നെ ഉണക്കമീൻ പിന്നെ ആകും ചോറ് കൂട്ടി കഴിക്കണം. അപ്പം ടാസ്കിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ സാരഥി. അപ്പൊ എന്താ നമ്മൾ തുടങ്ങുകയല്ലേ? എന്താ ആദ്യം ചെയ്യാ? നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്കിതൊന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ്? ഞങ്ങൾ ആദ്യമായിട്ടാണ് വല എറിഞ്ഞ് മീൻ പിടിക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, ചേട്ടൻ ഒന്ന് കാണിച്ചു തരുമോ? പിടിച്ചോക്കണോ? നല്ല നോക്കട്ടെ. അയ്യോ എന്റെ ദൈവമേ, കാണുന്ന പോലെ അല്ലല്ലേ മീൻ. ഭയങ്കര വെയിറ്റാ. ഒരു എത്ര കിലോ കാണും ഇതൊരു? 3 കിലോയാ? എന്റെ ചേട്ടാ, ഇങ്ങനെയാണല്ലേ മീൻ പിടിക്കുന്നത്? കാണുമ്പോ എന്ത് ലൈറ്റ് ആയിട്ടാണല്ലേ ഇങ്ങനെ വല വീശുന്നത്. ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈശ്വര, ഇതിന്റെ കൂടെ ഞാൻ കടലിലോട്ട് പോകും. ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും രമ്യ ചേച്ചി വല വീശി മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എല്ലാ ദൈവങ്ങളെയും മനസ്സിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് എറിയാൻ പോവാണ്. കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നോളൂ. ശരി, ഞാൻ ഇറങ്ങി പോയതല്ലോ.
കൂടെ ഞാനും പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. ചേച്ചി നമുക്ക് നമ്മൾ അവിടെ അല്ലേ ഇട്ടത്, നമുക്ക് ഇപ്പത്തെ സൈഡൊന്ന് പിടിച്ചാലോ? ഇങ്ങനെ ഇവിടെ വല വീശിയിട്ട് കല്ല് തരാമോ? തവണയും ഒന്നുമില്ല. ഇത് മീൻ പിടിക്കലപ്പോ അത്ര എളുപ്പമല്ല. അത്ര എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. അതെ. കുഞ്ച് അതെ, അവിടെ ഒരു രണ്ട്. അങ്ങനെ ചേച്ചി കുറേ വട്ടം ശ്രമിച്ചെങ്കിലും ഇത്രയും മീൻ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചേച്ചി ഞങ്ങൾ കുറേയൊക്കെ പൊരി വെയിലത്ത് കഷ്ടപ്പെട്ടു. ആകെപ്പാട് ടയർഡാണെന്ന് സംസാരിക്കാൻ പോലും വൈകണം, അത്രയ്ക്ക് വെയിലായിരുന്നു. എന്നാലും കഷ്ടപ്പെട്ടിട്ട് പ്രയോജനം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം മീനൊക്കെ കിട്ടി. ഇത്രയൊക്കെ മീൻ, കാരണം ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് മീൻ കിട്ടുന്നത് ഭയങ്കര പാടാണ്. എന്താ ചേച്ചി അടുത്ത പ്ലാൻ എന്താ നമ്മുടെ? നമുക്കൊന്നും കൂടിയും കഴിച്ചിട്ടൊന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ബാലുതുരുത്തി. പക്ഷെ അവിടെ മീൻ കുറച്ച് കുറവായിരുന്നു. നമ്മൾ പോയ സമയവും അത്ര മീൻ അങ്ങനെ സുലഭമായിട്ട് കിട്ടുന്ന സമയമല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ മാറി വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ സ്ഥലം കടലുണ്ടി. അവിടെയാണ് കടലുണ്ടി പാലം. തൊട്ടിപ്പുറത്ത് കടലാണ്. ഇതിപ്പോൾ കടലും കായലും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കടലിൽ തന്നെ വന്നിട്ടാണ്. കാരണം നമ്മുടെ ചേച്ചി ഒരിക്കലും പരാജയം സമ്മതിക്കത്തില്ല. നമ്മുടെ ടാസ്കിന്റെ സെക്കൻഡ് ഫേസിലേക്ക് പോകാം. അങ്ങോട്ടൊക്കെ വേവ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പോയ മാതിരിയല്ല, മൊത്തം ഇളകുന്നുണ്ട്. ഇളകി വരികയാണ്. അയ്യോ, ഇരുന്നിട്ട് പേടിയാവുന്നു. നല്ല രസമുണ്ടല്ലേ ഇവിടെ കാണാൻ. ചുറ്റും തോന്നുന്നു, കാരണം മീനൊക്കെ ചാടുന്നു. നമ്മൾ കണ്ടില്ലേ, ഇവിടെ ചുറ്റും വെള്ളം. നമ്മള് ഒരു ദ്വീപില് പെട്ട പോലെ ഉണ്ടല്ലേ, അപ്പുറം ഇപ്പുറം എല്ലാം ചുറ്റും വെള്ളമാണ്. കണ്ടാ അറിയാം. ഓട്ടിച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു മനോഹരിത കാണാം. അപ്പൊ ചേട്ടാ ഐശ്വര്യമായിട്ട് തന്നോളൂ. ഞാനാണ് ഈ മീൻ തുള്ളുന്ന സ്ഥലമുണ്ട്. ഇവിടെ തുള്ളുന്നിടത്ത് വല വീശാൻ മീൻ കിട്ടും. ആയിക്കോട്ടെ, കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഒന്നുകൂടെ പോവാം. ഞാൻ കണ്ടു, മീൻ തുള്ളുന്ന കണ്ടു. ഇനി നമുക്ക് തുള്ളാം. മുമ്പിൽ പോകുന്ന ആള് വെള്ളത്തിലിറങ്ങി അത് കുറേ മീൻ ഇങ്ങനെ തുള്ളി ചാടി പോകുന്നത് നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം. അപ്പം എന്തായാലും നല്ലൊരു ചാകര ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യമായിട്ട് എറിയാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ശ്രമം തന്നെ വലിയൊരു വിജയമായി. വലിയ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സിനിമയിലൊക്കെ ഡയലോഗ് കേൾക്കും, നല്ല പിടയ്ക്കുന്ന മീനെന്ന്. ഇപ്പൊ ശരിക്കും കണ്ടു എന്താണ് ഈ പിടയ്ക്കുന്ന മീനെന്ന്. ഇതിന് മുമ്പേ കണ്ടുണ്ടോ? ഇല്ലില്ല, നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്നാലും ചത്ത മീനല്ലേ കൊണ്ടുവരുന്നത്. ഇതിപ്പം എന്തായാലും ചേച്ചി നമുക്ക്
അവസാനം ദൈവം നമ്മളെ കാത്തു, കൃഷ്ണൻ നമ്മളെ കാത്തു. അതെ. പിടക്കണ മീൻ അതെ. പിടക്കണ മീനെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ, എല്ലാരും കണ്ടോളൂ. എല്ലാം നല്ല വലിയ മീനാണ്. അതെ, നമുക്ക് രാവിലെ കൊഞ്ചാണ് കിട്ടിയിരുന്നത്. അതെ, ഇപ്പം മാലാൻ നമ്മൾ മീന് വിലപ്പെട്ടതാണ് നമുക്ക്. അതെ, വളരെ എണ്ണം പോലും കളയരുത്, അത്രയ്ക്ക് കഷ്ടപ്പെട്ടെടുത്തതാണ്. അതെ, ഇനിയില്ല ധൈര്യമായിട്ട് ഇനി. അങ്ങനെ നമ്മൾ മീൻ പിടിക്കുന്ന ഈ ഒരു ടാസ്ക് എനിക്കിനി ബൈലോഗ് പറയാൻ വയ്യ. ചേച്ചി തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞില്ല. കാരണം രാവിലെ തുടങ്ങി നട്ടുച്ച വെയിലത്ത് ബാലതുരത്തിൽ ആദ്യം പോയി, പിന്നെ കടലുണ്ടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്നിട്ട് ചാകര, ഞങ്ങൾക്ക് ചാകര തന്നെ കിട്ടി. വളരെ ഹാപ്പി ആയി. അപ്പൊ ഇനി എന്താ ചേച്ചി ചെയ്യാൻ പോന്നേ? ഇനി നമുക്ക് ഇത് ഉപ്പിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപ്പിട്ടിട്ട് വെക്കാം, ഉണങ്ങാൻ വെക്കാം. ഓക്കെ. കാണുമ്പോൾ തന്നെ എന്താ ഒരു സന്തോഷമല്ലേ. പോരട്ടെ, ഇനിയുണ്ട്, പോരട്ടെ. നമ്മുടെ ഞണ്ടും ഉണ്ട്, മണ്ണും അഴുക്കും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇത് ക്ലീൻ ചെയ്യാം. ആദ്യം നമുക്ക് കഴുകാം. ഓക്കെ, ഇനിയിപ്പം നമ്മളത് നമുക്ക് ഉപ്പിടാം. അപ്പം ഞാനും രമ്യ ചേച്ചിയൊക്കെ കൂടെ ഒരുപാട് വെയിലൊക്കെ സഹിച്ച് കഷ്ടപ്പെട്ട് മഞ്ചിയും വലയും നമ്മുടെ മീൻകാരൻ ചേട്ടന്മാരെയൊക്കെ ഒപ്പിച്ച് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ മീൻ പിടിച്ചത്. ഇനിയിപ്പോൾ ഓവർ ടു ദി ജഡ്ജസ്. നമുക്കിനി വീണ്ടും രമ്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ പാട്ടോട് കൂടി സ്വാഗതം ചെയ്യാം. മീൻകാരി പെണ്ണെ മീനൊന്ന് തായോ. എന്റെ രമ്യ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താണ് പൂത്താലവും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ ഉണക്കിയ എന്റെ സ്വന്തം മീൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും മീനാണ്. കുറേ സമയം ഇവിടെ എന്തോ ഒരു സ്മെല്ലില്ലേ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് 2 ദിവസം റൂമിൽ ഇരുന്നോണ്ടായിരിക്കും. പൊട്ടിക്കാം. എല്ലാവരും റെഡിയാണല്ലോ? കാണാൻ റെഡിയാണല്ലോ? ആദ്യമായിട്ടായിരിക്കും ഒരാൾ ടാസ്കിന്റെ ബാലൻസുമായിട്ട് സ്റ്റേജിലേക്ക് വരുന്നത് അല്ലേ? നട്ടുച്ചയ്ക്ക് മീൻ പിടിക്കാൻ പോയാൽ കിട്ടത്തില്ല. അത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, യുനോ. ആൻഡ് വൈകിട്ടേക്ക് പോയാലും നിറച്ച് മീൻ. യു ഡിഡ് സച്ച് എ ഗ്രേറ്റ് ജോബ്. അത് കടന്ന് കുറേ മീനിനെ ഒരുമിച്ച് പിടിക്കുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ അല്ലേ? വെരി ഗുഡ്, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു മാം. ആദ്യം വീശിയപ്പോൾ അങ്ങ് ഫുൾ സർക്കിളിൽ പോയി. അതെ, ഞങ്ങൾ എല്ലാരും കൈയടിച്ചു, ഉഗ്രനായിട്ട് ചെയ്തു. നമുക്ക് രമ്യയോടുള്ള ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. രമ്യ, മത്സ്യം ഇല്ലാത്ത കടലിന്റെ പേരൊന്ന് പറയുമോ? മത്സ്യങ്ങള് ഇല്ലാത്ത കടൽ. ചാവുകടൽ. അങ്ങനെ. അടുത്തത് ഇന്ത്യയുടെ ദേശീയ മത്സ്യം ചാള. ഞാനത് തെറ്റായ ആൻസർ. ഞാൻ പ്രതീക്ഷിച്ചു. അത് വെച്ച് ക്ലൂ ഉണ്ട്. ഒരു ക്ലൂ പോലും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞു. ഒരു പാട്ടുണ്ട് വളരെ ഫേമസ് ആയിട്ട്. സാധാരണ പണ്ട് റേഡിയോയിലൊക്കെ നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് ഉണ്ണാറാവുന്ന സമയത്താണ് ആ പാട്ട് കേൾക്കാറ്. ചേച്ചി പാടി കേൾപ്പിക്കും. കരിമീൻ വറുത്തതുണ്ട്. കരിമീൻ വറുത്തതുണ്ട്. അതിന് മുമ്പ് ഒരു വാക്കുണ്ട്. അയ്യോ, സമാധാനായി. അത് പറഞ്ഞില്ലെങ്കിൽ ആ ഉണക്കമീനോട് നിന്നെ ഞങ്ങൾ എറിഞ്ഞേനെ. അയല. നീല രക്തമുള്ള ഒരു മത്സ്യം. ഈ ടാസ്ക് വേണ്ടായിരുന്നു. ഒരു കളിയായി എനിക്ക്. ഡോൾഫിൻ ആണോ? ഇതിന് ക്ലൂ ഒന്നുമില്ലേ? ഉണ്ട്.
അതിന് നമ്മുടെ രമ്യ പിടിച്ച ഒരു മീനുണ്ട് അതിനകത്ത്. ആ മീനാണ് ചെമ്മീൻ. കറക്റ്റ്. അപ്പൊ രമ്യയുടെ ആ ഒരു ടാസ്കും ക്വസ്റ്റൻ ആൻസർ സെഷനും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് രമ്യയുടെ മാർക്സിലേക്ക് പോവാം. 90 out of 100 ആണ് തരുന്ന മാർക്ക്. താങ്ക് യു മാം. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. മലയാളിത്തം കൊണ്ട് മാറ്റുരയ്ക്കുന്ന 20 വീട്ടമ്മമാർ. അവരെ കാത്തിരിക്കുന്നത് 1 കോടി വിലമതിക്കുന്ന സമ്മാനം. മത്സരം ഓരോ ദിവസം കഴിയുന്തോറും കടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതുമയേറിയ ഒട്ടേറെ കാഴ്ചകളുമായി വീണ്ടും അടുത്ത ദിവസം കാണുന്നത് വരെ It's a bye from Nirabara Malayali Vittamma, co-branded by Sera and Datri Hair Care Plus, powered by Chungat Jewelry. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali. Costume courtesy for Vinduja Menon, Maitri Srikanth Vedika. Costume courtesy Rajni Chandi, Punolil Silks.